വേഗം കറഞ്ഞോടാ. നിന്നെപ്പോലെ അബുൽ ബേബിക്ക് പറ്റിയ പണിയല്ലിത്. കുഞ്ഞുനാളിൽ പോകണ്ടെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന എന്നെ എൻ്റെ അപ്പൻ ചെവിക്ക് തൂക്കിയെടുത്ത് വള്ളത്തിലിട്ട് ആഴക്കടലിൽ കൊണ്ടുപോകും. പിന്നെ വെളുപ്പിനെ മടക്കുള്ളൂ. 8-ാം വയസ്സിൽ പങ്കായം കയ്യെ പിടിപ്പിച്ചു. അങ്ങനെ ഒരു പാരമ്പര്യം എനിക്കുണ്ട്. വാപ്പയ്ക്ക് സിനിമ എന്ന് വെച്ചാൽ ഭ്രാന്തായിരുന്നു. എന്നെ പോലെ സംവിധാനത്തിലല്ല, അഭിനയിക്കാൻ 1-2 മുഖം കാണിക്കുകയും ചെയ്തു. വാപ്പ പ്രേമിച്ച് കെട്ടിയതേ സിനിമാ സ്വപ്നം കണ്ട് നടന്നൊരു ഹിന്ദു പെണ്ണിനെ. തിരിച്ചറിയാത്ത പ്രായം മുതലേ രണ്ടുപേരും എന്നെ തിയേറ്ററിൽ കൊണ്ടുപോകും. സാധാരണ കുട്ടികൾ കരയും, ഞാൻ കരയില്ല. സിനിമ കണ്ട് തന്നെ ഞാൻ വളർന്നത്. ഞാൻ പങ്കായം പിടിച്ച കഥ പറഞ്ഞപ്പോ കൊള്ളാം. നീ സിനിമ കണ്ട കഥ. ദേ നിന്റെ കൈമൊഴി വിളിക്കുന്നു. കൈമൊഴിയോ? തമിഴർക്ക് മൊബൈൽ കൈപ്പേശിയാണെങ്കിൽ നമുക്ക് കൈമൊഴി വിളിച്ചൂടെ? എടുക്കടാ. അമ്മയായിരിക്കും. എന്ത് കള്ളം പറയുമെന്നോ. ഹലോ, എപ്പോ? അയ്യോ, എൻ്റെ സ്ക്രിപ്റ്റ് വേറെ കോപ്പിയില്ല. കോപ്പി ഉണ്ടായിരുന്ന ആ ബാഗിൽ. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നാ അലക്സിയുടെ ആൾക്കാർ നിന്നെ ജീവനോടെ വെച്ചേക്കൊന്ന് തോന്നുന്നുണ്ടോ? നിന്നെ മാത്രമല്ല എന്നെ അവര്. അതിനാ പണം അവർ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചല്ലേ? അതൊന്നും അവര് വിശ്വസിക്കത്തില്ല. ഓരോ കള്ളക്കഥ പറഞ്ഞ് പണം നീ തന്നെ എടുത്തെന്നാ അവര് പറയുന്നത്. അതുകൊണ്ട് മോൻ ഒരു കാര്യം ചെയ്യും, വീട്ടിൽ പോയി ഉള്ള കാര്യം പറഞ്ഞ് എങ്ങനെയെങ്കിലും അലക്സിയുടെ പണം തിരിച്ചു കൊടുക്കാൻ ഒരു മാർഗം കണ്ടെത്തണം. നീട്ടിക്കൊണ്ടുപോയ അലക്സി നിന്റെ വീട്ടിലും വരും. എന്തും ചെയ്യാൻ മടിക്കാത്തവനെ അറിയാലോ. അലക്സിയുടെ ആൾക്കാരുടെ കണ്ണു വെട്ടിച്ചാ ഞാൻ. നിന്നെ കിട്ടാത്ത ദേഷ്യത്തിന് അവരെന്നെ നീ കൊലയ്ക്ക് കൊടുക്കരുത്. 2 പിള്ളേരും കുടുംബം ഉള്ളതാ. അവര് നീ പെരുവഴിയിലാക്കരുത്. ഹലോ, എന്തു പറ്റിയൊരു സൈലൻസ്? ഒന്നുമില്ല. പൂട്ടിയിട്ടിരുന്ന എൻ്റെ റെന്റഡ് ഹൗസിൽ ആരോ കയറി എല്ലാം വലിച്ചു വാരി പുറത്തിട്ടെന്ന്. എൻ്റെ സ്ക്രിപ്റ്റ്, അതെൻ്റെ ജീവിതം തന്നെ അച്ഛായ. എത്ര രാത്രികളിൽ ഉറക്കമില്ലാതെ കുത്തിക്കുറിച്ചതാ. എത്ര നാളത്തെ എൻ്റെ സ്വപ്നോ. കയ്യിലിരുന്ന കോപ്പി ആ ബാഗിലായിരുന്നു, പിന്നുള്ളത് ഒറിജിനൽ. അത് ഞാൻ ആ മുറിയിൽ വെച്ച് പൂട്ടിയിരുന്ന. ഇപ്പൊ അത് അവന്മാര് അങ്ങോട്ട് ചെന്ന അലക്സിന്റെ ആൾക്കാർ എന്നെ വെച്ചോക്കില്ലെന്നാ ഉസ്മാൻ പറയുന്നത്. അവൻ എപ്പോഴും തന്നെയല്ലേ പറയുന്നത്? എന്ത് വിറ്റിട്ടാണെങ്കിലും വീട്ടിൽ നിന്ന് രൂപ സംഘടിപ്പിച്ച് കടം വീട്ടാൻ. എന്നെങ്കിലും ഞാനൊരു ഡയറക്ടർ ആവുന്നത് സ്വപ്നം കണ്ടിരിക്കുക എൻ്റെ അമ്മ. എൻ്റെ പ്രോബ്ലംസ് അവരെ അറിയിക്കാതിരിക്കാൻ ഞാൻ പാടുപെടുന്ന അച്ഛൻ കാണുന്നില്ല. എല്ലാം ശരിയാകൂടാ. നാട്ടുകാർക്ക് സ്വന്തം മക്കൾക്കെതിരെ കേസ് കൊടുത്തൊരു അപ്പനാ ഞാൻ. കെണിയും വലയും ഒരുക്കി നമ്മൾ മീനെ കൊടുക്കും, മനുഷ്യർക്ക് അത്താഴമുണ്ണാൻ. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. മാമച്ചൻ കോടികളുണ്ടാക്കി. മറയ്ക്കാൻ മാമച്ചൻ മുതലാളിയായി. കായലും കടലും കാണിക്കാതെ 4 മക്കളെ വളർത്തി വലുതാക്കി. വളർന്നപ്പോൾ അവർക്ക് അപ്പൻ്റെ മീനാറ്റം പിടിച്ചില്ല. അപ്പൻ്റെ സ്വത്തും പണവും മതി അവർക്ക്. അമ്മയോടുള്ള നിൻ്റെ ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് കൊതി തോന്നുന്നടാ. ഭാഗ്യം ചെയ്തവളാ നിൻ്റെ അമ്മ. ഇപ്പോഴത്തെ ഈ കാറും കോളും പെരുമീൻ ഉദിക്കുമ്പോൾ തീരും. എവരി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈൻ. എല്ലാ കറുത്ത മേഘങ്ങൾക്കിടയിലും ഒരു വെള്ളിക്കീറുണ്ട്. ആശ്വാസത്തിൻ്റെ, പ്രതീക്ഷയുടെ ഒരു വെള്ളിക്കീറ്.